ഒരു കോമൺ ബ്രാൻഡിംഗ് എറർ പലർക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തൻ്റെ ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ സേവനത്തിനോ ബിസിനസ്സിനോ ഒക്കെ നൽകുന്ന പേര് നല്ലൊരു പേരായി മാറുന്നതിനുള്ള ശ്രദ്ധ കാണിക്കാതിരിക്കുക. മിക്കവാറും ഇത് സംഭവിക്കുന്നത് വേണ്ടത്ര റിസർച്ച് നടത്താതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ, ബ്രാൻഡ് നൽകുന്ന കാര്യങ്ങളിൽ, പേര് നൽകുന്ന കാര്യങ്ങളിൽ അലസത കാണിക്കുമ്പോഴോ ഒക്കെയാണ്. മിക്കവാറും ആളുകൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചെറിയ തുടക്കമല്ലേ, പിന്നീട് ബിസിനസ് എല്ലാം സ്കെയിലപ്പ് ചെയ്ത് അത്യാവശ്യം റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ്സും വലിയ രീതിയിൽ വലുതായി തുടങ്ങുമ്പോൾ തന്നെ വലുതായി വന്ന ഒരു ബിസിനസ്സല്ല. പല ബിസിനസ്സുകളും ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ആകാശം മുട്ടെ വളർന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും തുടങ്ങുന്ന സമയത്ത് തന്നെ ബ്രാൻഡ് നെയിം നൽകുന്ന കാര്യത്തിൽ അലസത കാണിക്കാതിരിക്കുക, വേണ്ടത്ര റിസർച്ച് നടത്തുക, മറ്റുള്ള മാർക്കറ്റിലെ ബ്രാൻഡുകളുമായി കോൺഫ്ലിക്റ്റ് വരുന്ന രീതിയിൽ പിന്നീട് ഒരു ലീഗൽ കോൺഫ്ലിക്റ്റ്, ഒരു കേസ് വരിക, പിന്നീട് നമ്മുടെ ബിസിനസ്സിന് നൽകേണ്ട സമയം പോലും കേസിന് വേണ്ടി ചിലവഴിക്കുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ക്യാച്ചി ആയിട്ടുള്ള, മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഉച്ചരിക്കാൻ എളുപ്പമുള്ള, ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗലി അത് രജിസ്റ്റർ ചെയ്ത് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു പേര് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. ബ്രാൻഡ് ഒരു ബിസിനസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. അത് കൃത്യമായ രീതിയിൽ ആദ്യം മുതലേ പ്രൊട്ടക്റ്റ് ചെയ്ത് ബിസിനസ്സിൽ മുന്നേറുക.